തമിഴ്നാട്ടിലെ വാൽപ്പാറ വേവർലി എസ്റ്റേറ്റിൽ കരടിയുടെ ആക്രമണത്തിൽ 8 വയസ്സുകാരൻ ദാരുണമായി കൊല്ലപ്പെട്ടു. അസം സ്വദേശികളായ തൊഴിലാളികളുടെ മകനായ നൂറിൻ ഇസ്ലാമാണ് മരിച്ചത്. ആക്രമിച്ചത് പുലിയാണെന്ന് ആദ്യം സംശയിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലും കരടിയാണ് ആക്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6:30-യോടെയാണ് സംഭവം നടന്നത്. സഹോദരന് പാൽ വാങ്ങാനായി കടയിൽ പോയ നൂറിൻ ഇസ്ലാമിനെ ഏറെ നേരമായിട്ടും കാണാതായതോടെ പിതാവ് അന്വേഷിച്ചിറങ്ങി. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുട്ടിയുടെ മൃതദേഹം തേയിലത്തോട്ടത്തിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ കരടി ഭക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. കുട്ടിയുടെ മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന നഖപ്പാടുകളും മുറിവുകളും കരടിയുടെ ആക്രമണ രീതിയിലുള്ളതാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് ശേഷം കരടി കുട്ടിയെ ഉപേക്ഷിച്ചു പോയതാകാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വാൽപ്പാറയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ വന്യജീവി ആക്രമണമാണിത്. 1 മാസം മുൻപ് 4 വയസ്സുകാരിയായ ഒരു കുട്ടിയെ പുലി കടിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഈ സംഭവം നടന്നത് പാച്ചമല എസ്റ്റേറ്റിൽ വെച്ചാണ്. എന്നാൽ ഈ സംഭവത്തിനു ശേഷം വനം വകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും പുലിയെ പിടികൂടി ടോപ്പ് സ്ലിപ്പിലെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്നതിൽ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. കുട്ടിയുടെ മരണത്തെ തുടർന്ന് തമിഴ്നാട് സർക്കാർ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പ്രദേശത്തെ വന്യജീവി ശല്യം തടയുന്നതിനായി വേഗത്തിൽ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. വന്യജീവികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കാനും ആവശ്യമെങ്കിൽ കെണികൾ വയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി 24.